ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, നമ്മളെല്ലാവരും പ്രവാസിയായാലും മറ്റുള്ളവരായാലും ഇപ്പം ജീവിതത്തിൽ ചെറിയൊരു ജീവിതമല്ലേ, അതിൽ എല്ലാം നമ്മൾ കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടാവും. കുട്ടികളെ പഠിപ്പിക്കണം, വീട് വയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിലെല്ലാം കിടന്ന് അതിൻ്റെ നെടുന്തൂണായിട്ടുള്ള കുടുംബത്തിലെ നെടുന്തൂണായിട്ടുള്ള അച്ഛൻ ഇങ്ങനെ ഓടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കത് വേണം, ഇത് വേണം, അച്ഛൻ അടുത്ത് വരുമ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് വരണം, ഇപ്പോൾ വീട് നല്ല രീതിയിൽ പണിയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു കമ്പനിയിൽ പ്രവാസിയായാലും കമ്പനിയിൽ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, പിന്നെ ഓവർ ടൈം ചെയ്യാൻ പറ്റുമായിരിക്കും. അതെല്ലാം ഇങ്ങനെ പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി, ഭയങ്കര വിഷമമായി കേട്ടോ. ഒരു 6-7 മാസത്തേക്ക് മുന്നേ ഇപ്പം ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളെ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പോൾ എൻ്റെ വർക്കിൻ്റെ ആവശ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഇടയ്ക്ക് ഞാൻ വീണ്ടും ആ കമ്പനിയിലെ ഒരാളുടെ കണ്ടുമുട്ടി. അപ്പോൾ അവളുടെ ഒരു നമ്മളെ ജോലി സംബന്ധമായിട്ട് തന്നെ അവരുടെ കണ്ടതാണ് കേട്ടോ. കണ്ടപ്പോൾ ഞാൻ ഇന്ന ആളുടെ പേര് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ, അപ്പോൾ പുള്ളി പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയണ, അത് പുള്ളി ഇന്നലെ രാവിലെ മരിച്ച് കിടന്നു റൂമിൽ, 2 ദിവസമായെന്ന് തോന്നുന്നു. അപ്പം പോലീസെല്ലാം വന്ന് തുറന്നാണ് നോക്കിയപ്പോൾ മരിച്ച് കിടക്കുന്നു. അപ്പോൾ അന്ന് കണ്ടപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു, 57-58 വയസ്സായി. അപ്പം വീടെല്ലാം വെച്ചു. അവരുടെ ഫാമിലി എനിക്കറിയാം, ഇടയ്ക്ക് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ബാങ്കിൻ്റെ ഒരു ആവശ്യമായിട്ട് കണ്ടതാണ്. അപ്പം അങ്ങനെ അപ്പം അന്ന് കുറേ പറഞ്ഞു, ജോലിയൊക്കെ നല്ല ടഫാണ്, നൈറ്റൊക്കെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അവർ ഫാമിലിയൊക്കെ നാട്ടിലാണ് ഇപ്പം. അപ്പം പുള്ളി ഇനി തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞെല്ലാം ഇരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ആണ് പെട്ടെന്ന് ഞാനിത് അറിഞ്ഞപ്പം ഞാൻ ഇടയ്ക്ക് വിളിക്കണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളി ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും വിളിച്ചില്ല. അപ്പോൾ അന്ന് അറിഞ്ഞപ്പോഴെനിക്ക് വലിയൊരു സങ്കടമായിപ്പോയി. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മക്കളവിടെ പഠിക്കുകയാണ്, തിരിച്ചു പോകണം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ്. റിട്ടയർമെൻറ്റിന് ഇനി 3 കൊല്ലമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് അവസ്ഥ. അപ്പം എല്ലാവരും ഈ പൈസയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ഉറക്കമില്ലാതെയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓവർ ടൈം അതെല്ലാം എടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടും ജ്യേഷ്ഠന്മാരെ എല്ലാവരുടെ അടുത്തും പറയണം, നമ്മളെല്ലാം നോക്കിയും കണ്ട് ആരോഗ്യം സൂക്ഷിക്കുക, എക്സസൈസ് മുടങ്ങാതെ ചെയ്യുക, പിന്നെ ക്ഷീണമാണെങ്കിൽ റെസ്റ്റ് തന്നെ എടുക്കുക. പൈസയ്ക്ക് പൈസ തന്നെ വേണം, അറിയാം, എങ്കിലും നമ്മളുടെ ശരീരവും എല്ലാം കൂടെ നോക്കുക. അതുപോലെ വീട്ടുകാരും കൂടുതലായിട്ട് അവിടെയാണ്, ഗൾഫിലാണ് ജോലി എന്നുള്ള രീതിയിൽ ഓരോരോ ആവശ്യങ്ങൾ പറയുമ്പോഴും അച്ഛൻ്റെ ശരീരസുഖം എങ്ങനെയാണെന്നൊക്കെ ഉള്ളതും കൂടെയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കൂടുതൽ പ്രഷർ ചെയ്യാതിരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് അവസ്ഥ മനുഷ്യരുടെ. അപ്പം പൈസയ്ക്ക് വേണ്ടി കൂടുതൽ നമ്മൾ ശരീരം നോക്കാതെ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാന കാലത്ത് ചിലപ്പം ആരും ഉണ്ടാവത്തില്ല. എല്ലാം നോക്കിയും കണ്ടും നമ്മളുടെ ശരീരവും സുഖവും കൂടെ ഒന്ന് നോക്കുക. അതൊക്കെയാണ് എനിക്കിത് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.